പുറത്ത് അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട. വെള്ളം ചോദിച്ചാൽ കൊടുക്ക. ഈ പ്രഭാഷണം സത്യസന്ധമാണ് എന്ന് തോന്നുന്നില്ല. ആരോ എഡിറ്റ് ചെയ്ത് വിടാനുള്ളൊരു സാധ്യത ആ വീഡിയോ കാണുമ്പോൾ തോന്നുന്നു. പക്ഷേ എല്ലാവരും കേൾക്കാനിടയാവുന്ന രീതിയിൽ ഇത് സോഷ്യലി വൈറലായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഈ പണ്ഡിതൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം കെട്ടിയിരിക്കുന്ന തലയെക്കെട്ടിൻ്റെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒക്കെയും തന്നെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നാണ് ഈ മദ്രസയിൽ ഞങ്ങളെയൊക്കെ ഉസ്താദന്മാർ പഠിപ്പിച്ചത്. വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും കാരുണ്യം നൽകുന്നവനായ പടച്ച തമ്പുരാൻ. കാരുണ്യം നിഷേധിക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. പടച്ചോ നിഷേധിക്കാത്ത കാരുണ്യത്തെ താങ്കളെന്തിനാ ഉസ്താദെ നിഷേധിക്കുന്നത്? അതുകൊണ്ട് പടച്ചോൻ കനിഞ്ഞേകുന്ന വെള്ളം വായുവൊക്കെ ആർക്കും ഏത് സമയവും നഷ്ടപ്പെടാം. ഇനി എമ്പാടുണ്ടായിട്ടും കിട്ടാതിരിക്കാനുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഒരു പണ്ഡിതനൊരിക്കലും യോജിക്കാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനൊരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകളാണ്. തൻ്റെ ഏതോ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ആളാവട്ടെ, താനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളാവട്ടെ, തൻ്റെ ശത്രു ആവട്ടെ, വെള്ളം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത്, മരിച്ച വീട്ടിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും നോക്കണ്ട, പോവരുത് എന്ന് പറയുന്നത് വളരെ മോശമാണ് സാർ. സർവശക്തനായ പടച്ച തമ്പുരാൻ തനിക്ക് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും നൽകാൻ ഉദ്ദേശിക്കുന്ന കാരുണ്യത്തെ പടച്ചവൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഒരു ജീവി, ഒരു മനുഷ്യജീവി, അത് താൻ നൽകില്ല, നിഷേധിക്കുമെന്ന് പറയുന്നത് എത്രത്തോളം ധിക്കാരമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓരോ കാരുണ്യ നിഷേധികളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.